ഇത് ഒരു ബോക്സ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അത് ഒരു പാർട്ടിക്കാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ഒരു ബോക്സ് ഞാൻ ചെയ്തത്. നമ്മുടെ കമ്പനി സൂപ്പർവൈസർ നമ്മുടെ ഷബീറുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടെ ചേർന്നുകൊണ്ടാണ് ഇതുപോലൊരു ബോക്സ് ചെയ്തത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറേ ബോക്സുകൾ, ഡ്രാവുകൾ, അതുപോലെ സീക്രട്ടായിട്ടുള്ള ഇതൊക്കെ ചേർന്നുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ തുറന്ന് കാണിക്കാം. ആദ്യമായിട്ടുള്ള മുൻപിലത്തെ മുകൾ ഭാഗത്തുള്ള ഒരു ബോക്സാണ് തുറക്കുന്നത്. അതിനകത്ത് ഇതുപോലെ പ്രോ ലിഫ്റ്റ് വെച്ചിട്ടുള്ള ഒരു ബോക്സാണ് അത് തുറന്നത്. നല്ലൊരു മെറ്റീരിയലാണ്, എബ്കോൻ്റെ തന്നെ പ്രോ ലിഫ്റ്റാണ്, ഹൈഡ്രോളിക്കിൻ്റെ ലിഫ്റ്റ് സപ്പോർട്ടർ വെച്ച് പണി കഴിഞ്ഞാണ്. അതുപോലെ നമ്മൾ അടുത്തത് ഈ സൈഡിൽ ഇതുപോലൊരു ബോക്സാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. നമ്മൾ പിന്നെ അതിനകത്ത് നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റും. ഒരു സ്ട്രോങ് ഇതായിട്ടുള്ള ചെയ്തിട്ടുള്ളത്. സെയിം തന്നെ അടുത്തത് ആ ഭാഗത്തും ഇതുപോലെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതൊരു എന്താ പറയുക, ഒരു കള്ളറ എന്ന് പറയുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനൊരു താഴ്ഭാഗത്ത് ഇവിടെ ഒരു ഡ്രാവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളായിട്ട് ചെയ്തിട്ടുള്ള ഒരു അകത്തുള്ളൊരു ലോക്ക് സിസ്റ്റമാണ്. ഇവിടെ ഒരു 2 പുഷ് ബട്ടൺ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങനത്തെ സാധനം വാങ്ങിക്കാൻ കിട്ടില്ല, നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള മരത്തിൻ്റെ മെത്തേഡാണ്. നമ്മൾ പുഷ് ചെയ്താൽ ഈ ഡ്രാവ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരും. ആ ഒരു രീതിയിലാണ് ഇത് ചെയ്തിട്ട്. സ്ലൈഡറൊക്കെ വെച്ചിട്ടുണ്ട്. അതിനടിഭാഗത്തും ഇതുപോലൊരു ചെറിയൊരു ഡ്രാവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പ്രിങ് വെച്ച് ചെയ്തുകൊണ്ട് നമ്മൾ അകത്തോട്ട് തള്ളിയാലും തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്ന ടൈപ്പാണ്. സെയിം തന്നെ ഇപ്പുറത്തും അതേപോലൊരു ഡ്രാവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ പുഷ് ബട്ടൺ ആ ഭാഗത്ത് നിന്ന് അമർത്തുന്ന സമയത്ത് അതിങ്ങോട്ട് തള്ളി വരും. ഇതുപോലെയാണ്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സീക്രട്ടായിട്ടുള്ള പൈസയോ മറ്റ് ചാവികളോ മറ്റ് ആയുധങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. അതേപോലെ തന്നെ ഒരു താഴത്തൊരു ഡ്രാവ് കൊടുത്തിട്ടുണ്ട്. പിന്നൊന്ന് നമുക്ക് എന്താ പറയുക, ഇതിന് ഏറ്റവും അടിയിൽ നമ്മളൊരു വലിയ ഡ്രാവ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡ്രാവിൻ്റെയാണ് കാണുന്നത്. അതിലും അവിടെ ഒരു 2 പുഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് കാണില്ല, നമ്മളതിൽ അമർത്തിയാൽ അത് പുറത്ത് വരും. പക്ഷേ അതിന് ചാവികളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോക്കാണ്. അകത്തേക്ക് നമ്മൾ പ്രസ് ചെയ്ത് തള്ളിക്കഴിഞ്ഞാൽ അത് ലോക്കാവും. പിന്നെ എടുക്കണമെങ്കിൽ ആ പുഷ് ബട്ടൺ തന്നെ ഒന്ന് പ്രസ് ചെയ്യേണ്ടി വരും. സെയിം തന്നെ ആ ഒരു വേറൊരു പുഷ് ബട്ടൺ അമർത്തിയാൽ ഇപ്പുറത്തുള്ള ഡ്രാവ് കൂടെ നമുക്ക് തുറന്നു വരും. സ്ലൈഡറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു രഹസ്യമായിട്ടത് ചെയ്യുന്നൊരു പരിപാടിയാണ്, ഒരു പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം. ഇതാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉള്ള ഇത്. നമ്മൾ ഈ ബോക്സിനെ കുറിച്ചിട്ടുള്ള ഒരിതാണ്. നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കമ്പനി സൂപ്പർവൈസറായിട്ടുള്ള ഷബീറിനെ സമീപിക്കുക. അദ്ദേഹത്തിൻ്റെ നമ്പർ അതിൽ മെൻഷൻ ചെയ്തേക്കാം. നമുക്ക് ഇത് ഓരോന്നായിട്ട് അടയ്ക്കാം. നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ പോയി ലോക്കായി കിടക്കും. എന്ന് വെച്ചാൽ ചാവിയും മറ്റ് കാര്യങ്ങളൊന്നുമില്ല, പ്രസ് ചെയ്തിട്ട് അവിടെ കിടന്നോളും. ആ പുഷ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് തുറക്കാൻ പറ്റുള്ളൂ. പിന്നുള്ളത് നമ്മുടെ ഈ മുകളിലുള്ള ഈ ഭാഗത്ത് നമ്മൾ അടച്ചു കഴിഞ്ഞാലും നല്ല ടൈറ്റാണ്. നമ്മൾ തൂക്കി നോക്കാം, നല്ല വെയിറ്റുള്ളതാണ്. അത് നല്ല സ്ട്രോങ് ആണ്. അത് ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ മാറൊന്നുമില്ല. അത്രയും ഒരു സ്ട്രോങ്ങിലാണ് അത് ചെയ്തിട്ടുള്ളത് തന്നെ. പിന്നെ ഇതൊക്കെ ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിലുള്ളൊരു രീതി പോലെ ചെയ്തതാണ്. നമ്മളത് കണ്ടിട്ട് ഏകദേശം അവരുടെ മെത്തേഡൊന്നും നമുക്ക് അവർക്ക് കാണിച്ചു തരുമൊന്നുമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രോ ലിഫ്റ്റ് മാത്രമല്ല, അതിനകത്ത് ഒരു സ്പ്രിങ് കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് പകരം ഇതിൽ തുറക്കുന്ന സമയത്ത് നമ്മൾ വിജാവരിക്ക് പകരം നെട്ടും ബോൾട്ട് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സ്ട്രോങ് ആണ്. ഈ ബോക്സിന് മുകളിൽ കയറി നിന്നാലും
പ്രശ്നങ്ങളൊന്നും വരില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മിതി. അപ്പോൾ നമുക്കതൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വിചാരിയല്ല, അത്രയും സ്ട്രോങ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ.